കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തിരുനാവായ ദേശത്ത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള പുരാതന ക്ഷേത്രമാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. ഹൈന്ദവ വൈഷ്ണവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. നാവാമുകുന്ദൻ എന്ന പേരിൽ ഈ ഭഗവാൻ അറിയപ്പെടുന്നു. ഭഗവാനൊപ്പം സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഭഗവതിയായ മഹാലക്ഷ്മിയും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഐതിഹ്യപ്രകാരം നവയോഗികൾ എന്നറിയപ്പെടുന്ന സഹോദരന്മാരായ 9 സന്യാസി വര്യന്മാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. ഇവരിൽ ആദ്യത്തെ 8 വിഗ്രഹങ്ങൾ അന്തർധ്യാനം ചെയ്തുവെന്നും അവസാനത്തെ യോഗി പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇന്ന് ക്ഷേത്രത്തിലുള്ളതെന്നും വിശ്വസിച്ചു വരുന്നു. തിരുനാവായ ക്ഷേത്രത്തിനടുത്ത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഇതിഹാസ പ്രശസ്തമായ മാമാങ്കം നടത്തിയിരുന്നത്. കർക്കിടകം, തുലാം, കുംഭം, ഇടവം എന്നീ 4 മാസങ്ങളിൽ അമാവാസി നാളുകളിൽ ഇവിടെ മരിച്ചവർക്ക് വേണ്ടി ബലിയിടാൻ വൻ ഭക്തജന തിരക്കുണ്ടാകും. ഭാരതത്തിലെ 108 ദിവ്യദേശങ്ങളിൽ കേരളത്തിലുള്ള 11 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ നാവാമുകുന്ദൻ എന്നറിയപ്പെടുന്ന മഹാവിഷ്ണു ഭഗവാൻ ഐശ്വര്യദായിനിയായ ലക്ഷ്മി ദേവിയോടൊപ്പം കുടികൊള്ളുന്നു. അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് ഇവിടെ ആരാധന. ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ എന്നിവർക്കും സന്നിധികളുണ്ട്. കൂടാതെ പ്രധാന ശ്രീകോവിലിന്റെ പുറകിൽ മൃത്യു വിജയിയായ ശിവന്റെ സങ്കല്പത്തിലുള്ള ആരാധനയുമുണ്ട്. ഇത് അടുത്തുള്ള തൊപ്രങ്കോട്ട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രതീകാത്മകനായി ഒരു നന്ദി വിഗ്രഹം ഇവിടെ കാണാം. മേടമാസത്തിലെ വിഷു സംക്രമത്തിന് കൊടികയറി കണി കണ്ടു തുടങ്ങി 10ാം ഉദയത്തിന് ആറാട്ടോടെ അവസാനിക്കുന്ന 10 ദിവസത്തെ കൊടിയേറ്റോത്സവമാണ് ക്ഷേത്രത്തിലുള്ളത്. കൂടാതെ കുംഭമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി, ചിങ്ങമാസത്തിലെ തിരുവോണം, കന്നിമാസത്തിലെ ഭഗവതി പ്രധാനമായ നവരാത്രി, ദീപാവലി, വൈകുണ്ഠ ഏകാദശി, വൈശാഖ പുണ്യമാസം തുടങ്ങിയവയും അതിവിശേഷമാണ്. പൊതുവെ മഹാവിഷ്ണുവിന് വ്യാഴാഴ്ചയും ലക്ഷ്മി ഭഗവതിക്ക് വെള്ളിയാഴ്ചയും പ്രധാനം. ഇനി നമുക്ക് മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.